മാത്യു ചേട്ടാ, ഇപ്പം ഞങ്ങളുടെ ഒരു ജനറേഷൻ, ഞങ്ങൾ UK വന്നപ്പോൾ മുതൽ നമ്മൾ പല അസോസിയേഷനിലും പല പരിപാടിക്കും പോകുമ്പോൾ ഇവിടെയുള്ള, ഇപ്പം മാത്യു ചേട്ടൻ 24 വർഷമാണ്, ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തി പറയണില്ല, ചില ഇവിടെ സെറ്റിലായ ആളുകൾക്ക് ഞങ്ങളെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് മനസ്സിലാവണില്ല. അവർ പറയണ നിങ്ങൾ വന്നേ പിന്നെയാണ് ഇവിടെ മലയാളീസിന് ഒരു എല്ലാവരും അല്ല, എന്നാന്ന് വെച്ചാൽ നമുക്കറിയാം പല ഇൻസ്റ്റാ റീലാണെങ്കിലും പല സ്ഥലത്ത് നമ്മുടെ മലയാളി സ്റ്റുഡൻസ് കിടന്ന് ഇടി ഉണ്ടാക്കി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എന്നും പറഞ്ഞ് ഒരാൾ ചെയ്ത തെറ്റിൽ എല്ലാവരെയും പറയണത് മോശമല്ലേ? തീർച്ചയായിട്ടും അത് തെറ്റാണ്. കാരണം എവിടെയെങ്കിലും ഒരു സമൂഹം കുറച്ച് പേര് എന്തെങ്കിലും ഒന്ന് കാണിച്ചു എന്ന് കരുതി അത് ആ ഒരു സമൂഹത്തെ മൊത്തമായിട്ട് അവഹേളിക്കുന്നത് തെറ്റാണ്. ഇപ്പം ഞാൻ തന്നെ ഇതിനു മുമ്പ് 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് റോഡിൻ്റെ നടുക്ക് വണ്ടി കൊണ്ട് നിർത്തുന്നു. വണ്ടിയുടെ ബോണറ്റിൻ്റെ മേലെ, വണ്ടിയുടെ ടോപ്പിൻ്റെ മേലെ കേക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവിടെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു, കേക്ക് മുറിക്കുന്നു. 10-15 മിനിറ്റ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനത്തിനെ എന്തെന്നാണ് വിളിക്കേണ്ടത്? യങ് തലമുറ കാണിച്ചൊരു ആ കാര്യത്തിൻ്റെ പേരിൽ യങ് തലമുറയെ മൊത്തം കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? ബെൽഫാസ്റ്റിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം. ഒരു ബസ്സിനകത്തൊരു 75% കൂടുതലും മലയാളികളാണ്. ഒരു 25% മാത്രമേ ഉള്ളൂ വൈറ്റ് പീപ്പിൾ. ഇവർ ഒന്നാമത്തെ കാര്യം സീനിയർ സിറ്റിസൺ ആയിരിക്കും, കൂടുതലും സിറ്റിസൺസായി ഇവർ ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നവർ. അപ്പോൾ ആ കയറിയ മുഴുവൻ മലയാളികളും അവർ പരസ്പരം ഭയങ്കരമായിട്ട് വർത്തമാനമാണ് മലയാളത്തിൽ, അവരുടെ സ്വന്തം ലാംഗ്വേജിൽ. ഇത് കേട്ട ഈ പ്രായമുള്ള വൾണറബിളായിട്ടുള്ള വയസ്സായ മനുഷ്യന്മാർ ഭയങ്കര അസ്വസ്ഥരായി. അവർ ഡ്രൈവറോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളെ ഇവിടെ ഇറക്കി വിടണമെന്ന് പറഞ്ഞു. പക്ഷേ ബസ് ഡ്രൈവർ പറഞ്ഞു, നിങ്ങളെ ഇറക്കി വിടാൻ പറ്റില്ല, പകരം ഇവരിറങ്ങിപ്പോയാൽ മതി എന്ന് പറഞ്ഞു. അവസാനം അവരോട് പറഞ്ഞു, നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കണം, ഈ രീതിയിൽ പോയാൽ നിങ്ങളെ ഞങ്ങൾക്ക് ഇറക്കി വിടേണ്ടി വരും, ഈ വൾണറബിൾ ആയിട്ടുള്ള ഇവരെ ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾ അതിന് സമാനം പറയേണ്ടി വരും. അത് ഭയങ്കര ക്ലാഷായൊരു സംഭവമാണ്. ഫ്ലാഷായി ഭയങ്കര ഇതായി. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ നമുക്ക് ഒന്നിച്ച് കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പോൾ ചില അസോസിയേഷനുകളിൽ കണ്ടുവരുന്നത്, ഞാൻ ഈ UK മുഴുവൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്, ചില അസോസിയേഷനുകൾ കണ്ടുവരുന്നൊരു സംഭവമാണ്, പുതിയ ആളുകൾ സെപ്പറേറ്റ് ഒരു വിങ്ങായിട്ട് നിൽക്കും, പഴയ ആളുകൾ വേറൊരു, ഇവർ ഒരുമിച്ച് അങ്ങ് സ്വിങ് ചെയ്യുന്നില്ല. പല കാരണങ്ങളാണ്. അതെന്തായാലും കാരണം, ആദ്യം വന്നവർക്ക് എന്താ കൊമ്പുണ്ടോ? ഞാനടക്കം വന്ന ആദ്യം വന്നവർക്ക് കൊമ്പുണ്ടോ? എന്തുകൊണ്ട് പുതിയ തലമുറയെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നില്ല? അവർക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നേ. അത് കേൾക്കാൻ ചിലപ്പോൾ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ, നമ്മുടെ മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ചിലപ്പം അങ്ങനെയൊക്കെ കേൾക്കാൻ തയ്യാറാകാത്ത സിറ്റുവേഷനൊക്കെ വരും. നമ്മൾ ആ രീതിയിൽ അവരെ കാണണം. അവരങ്ങ് ഉടനെ പുറത്തെറിഞ്ഞ് കളയാണ് ചെയ്യുന്നത്. അല്ലെന്നേ, അങ്ങനല്ല ചെയ്യേണ്ടത്. നമ്മൾ കുറേയും കൂടെ ശാന്തതയോടുകൂടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് കുറച്ചും കൂടി ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ പഴയ ആളുകൾ തയ്യാറാകാൻ മതി. ഉപദേശിക്കാൻ പോകണ്ടെന്നേ. താൻ ഉപദേശിക്കാൻ വരുന്നു എന്ന് ചിലപ്പം പറഞ്ഞാൽ പോലും ഉപദേശമായിട്ട് എടുക്കണ്ട, ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ട് കണ്ടാൽ മതി എന്നൊന്ന് പറഞ്ഞു തരുന്ന നമ്മൾക്ക് എന്താ വല്ല കുറവുണ്ടായോ? അങ്ങനെയൊന്നും പറയാൻ പറ്റിയല്ലോ. നമ്മൾ വല്ല പഴയ ആളുകൾ വലിയ പുള്ളികളല്ലേ അല്ലേ? നമുക്ക് വണ്ടി മറ്റേ റേഞ്ച് റോവർ ഉണ്ട്, നമുക്ക് മറ്റേ എന്താ പറയുന്നത് വലിയ വലിയ വില കൂടിയ വണ്ടികളുണ്ട്. ഇപ്പോൾ ഈ വരുന്നവർക്ക് 10, 700, 800 പൗണ്ടിൻ്റെ വണ്ടിയേ ഉള്ളൂ. അതുകൊണ്ട് അവരൊരു സ്റ്റെപ്പിൽ അവിടെ നിന്നാൽ മതി, ഞങ്ങൾ പറയുന്നത് നിങ്ങളങ്ങ് കേട്ടാൽ മതി. ഇതേപോലെ തന്നെ അല്ലായിരുന്നോ നമ്മളെല്ലാവരും? ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ എടുത്ത വണ്ടി 650 പൗണ്ടിൻ്റെ വണ്ടിയായിരുന്നു, ഒരു നിസാൻ. യെസ്. അപ്പോൾ ഇതുപോലെ വന്നവരെ എല്ലാവരും 2 റൂമിനകത്ത് ഞെങ്ങിപ്പിഴിഞ്ഞ് 2 പിള്ളേരും ഞങ്ങളും കിടന്നിട്ടില്ല എത്ര കാലം ഒരു ഫ്ലാറ്റിൽ. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു വന്നവരല്ലേ തുടക്കത്തിലെല്ലാവരും. പിന്നെ കുറേ കാലം കഴിയുമ്പം ഇതെല്ലാം മാറി 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 വരുന്നത് നമ്മൾക്ക് അങ്ങനെ. ഈ വരുന്നവരും അങ്ങനെ തന്നെയാവും. ഈ വരുന്നവർ നമ്മളെക്കാൾ മിടുക്കന്മാരും മിടുക്കികളുമാണെന്ന് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു കുഞ്ഞു പിടി ബുദ്ധിയുമായിട്ടാണ് വന്നതെങ്കിൽ ഒരു കൈ നിറയെ ബുദ്ധിയുമായിട്ടാണ് ഇപ്പോൾ വരുന്ന തലമുറ വരുന്നത്. അവരുടെ കയ്യിൽ നമ്മൾ എന്തെല്ലാം പഠിക്കാനുണ്ട്? നമുക്ക് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു തലമുറയല്ലേ നമ്മളിപ്പോൾ വലിയ മിടുക്കന്മാരാണ് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ പഴഞ്ചന്മാരാവുന്നേ. നമ്മുടെ തലമുറ നമ്മളെക്കാൾ. ഇപ്പം ഞാൻ, എൻ്റെ മക്കൾ 2 മക്കളാണ്. 2 മക്കളുടെ അടുത്ത് ഞാൻ പല ഉപദേശങ്ങളും ഞാൻ ചോദിച്ച് മേടിക്കും. എനിക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ അവർക്കറിയാം. അവരെന്നോട് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും. കാരണം ഈ ഇപ്പോഴത്തെ ഈ പുത്തൻ യുഗത്തെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങൾ അവർക്കറിയാം. ഇലോൺ മാസ്ക് ഇവിടുന്ന് ഷട്ടിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ട്രിപ്പ് പോകണമെന്ന് ഞാൻ കേട്ടു. എനിക്ക് മാസം പറയാൻ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു.
കാരണം എന്താ, എൻ്റെ തലമുറയ്ക്ക് ഇനി അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയാം, എൻ്റെ മക്കളെ, കേരളത്തിൻ്റെ അങ്ങേ മൂലയ്ക്കുന്ന നിങ്ങളെ ഞങ്ങളിതേ ഈ ലോകത്തിൻ്റെ ഒരു വണ്ണൊത്ത നെറുകയിൽ ഇവിടം വരെ എത്തിച്ചു. നിങ്ങളുടെ മക്കളെ നിങ്ങൾ എവിടെ കൊണ്ടുപോകും? വേറെ ഏത് അതിനുള്ള സ്ഥലം ഇലോൺ മാസ്ക് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറയാ എങ്ങനെയുണ്ട്, ഈ മക്കൾ പറയാണ് അതിനുള്ള സ്ഥലം ഇലോൺ മാസ്ക്. കാരണം എന്നാ, ഇവർക്കൊരു വിസിറ്റിങ്ങിന് ഇവരുടെ മക്കൾ അവിടെ പോയിട്ടായിരിക്കും ചിലപ്പോൾ സെറ്റിൽ ആകാൻ പോകുന്നതെങ്കിൽ ഇവർക്ക് വിസിറ്റിങ്ങിന് അവിടെ പോകേണ്ടി വരും. ഈ കാലഘട്ടത്തിലേക്ക് ഇത്രയും പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഈ പുതിയ ആളുകളും പഴയ ആളുകളും തമ്മിൽ എന്ത് ഡിഫറൻസും വേണ്ട, അവരെ ഇങ്ങനെ അകറ്റി നിർത്തുക, മാറ്റി നിർത്തുക, ഇതൊന്നും വേണ്ട. എന്നാൽ എനിക്ക് ഒറ്റ കാര്യം കൂടി ഈ കാര്യത്തിൽ പറയാനുണ്ട്. എന്നാണെന്നറിയോ, ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നാൽ ചേട്ടൻ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോയിലൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിൻ്റെ കാര്യം കട്ട പോയായിരിക്കും, എന്നാലും വേണ്ടിയല്ല, ഇരിക്കട്ടെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പുതു തലമുറയെ എനിക്ക് സല്യൂട്ട് അടിക്കാൻ തോന്നുന്ന 1-2 കാര്യങ്ങളുണ്ട്. കാരണം എന്തറിയോ, അവരിവിടെ വന്ന് നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് വരുന്നവരുണ്ട്, ഇവിടെ വന്ന് കഴിക്കുന്നവർ, ഇവിടെ വന്ന് പോയിട്ട് വന്ന് കഴിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. ഇവർ ഈ ജോലിയുടെയും ഈ കഷ്ടപ്പാടിൻ്റെയും ഈ തിരക്കുകളുടെ ഇടയ്ക്ക് ഇവരുടെ മക്കളെ പോയിട്ടുണ്ട്. അവർ പ്രഗ്നൻ്റായി, അതിനുശേഷം പ്രഗ്നൻസിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നു. ഭർത്താവ് ഭാര്യയെ നോക്കുന്നു, എന്നിട്ട് അവർ പ്രസവിക്കുന്നു, പ്രസവം ഇവിടെ എടുക്കുന്നു. എത്ര പേര്, അമ്മ വരുന്നുണ്ടോ, അപ്പം വരുന്നുണ്ടോ, വന്നിട്ടുണ്ടെങ്കിൽ എത്ര പേരുണ്ട്, ന്യൂനപക്ഷമല്ലേ. ആ ഭർത്താവ് ഒരു വയറ്റാട്ടിയായി മാറും, ആ ഭാര്യയെ ഒരു പ്രസവം വരെ എടുക്കുന്നു, ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന അടക്കമുള്ള എത്ര കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങളുടെ 2 മക്കളെയും കൊണ്ട് നാട്ടിൽ നിന്ന് അങ്ങ് വന്നേ, അതുകൊണ്ട് ആ കടമ്പകളൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷെ ഇവിടെ വരുന്നവർക്ക് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആയമാരുണ്ടോ? ഇല്ല. ഇവിടെ അവരുടെ വല്യമ്മയോ വല്യപ്പനോ ഉണ്ടോ? അപ്പനോ അമ്മയോ ഉണ്ടോ? ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് പറ്റേണിറ്റി ലീവ് കിട്ടുന്ന ചിലപ്പം 10-15 ദിവസമാണ്, അല്ലെ 1 മാസം കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പിഞ്ചു കുഞ്ഞിനെ അമ്മേനെ ഇട്ടിട്ട് ജോലിക്ക് പോകണം, തിരിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കുഞ്ഞിനും കൊടുക്കണം, അമ്മയ്ക്കും കൊടുക്കണം. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇതെല്ലാം കടമ്പകൾ കടന്നു പോകുന്ന ഈ യങ് തലമുറയെ ഓർക്കുമ്പോൾ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടയിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നില്ലേ? എത്ര ആ യുവാക്കളെയും യുവതികളെയും എന്തുകൊണ്ട് നമുക്ക് അവരെ, ഈ പഴയ തലമുറയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പഴയ തലമുറയൊക്കെ നാട്ടിൽ നിന്ന് പ്രസവിക്കുകയും അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണെന്ന് ഞാൻ പറയും. അവിടെ വല്യപ്പനുണ്ട്, വല്യമ്മയുണ്ട്, മക്കളുടെ അല്ലെ അപ്പനുണ്ട്, അമ്മയുണ്ട്, ആയയുണ്ട്. നമുക്ക് അവരെയൊക്കെ വെച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്തത്. ആ സ്ഥാനത്ത് ഇവിടെ വന്നിട്ട് ഈ ത്യാഗം സഹിക്കുന്ന അവരോട് നമുക്ക് പുച്ഛമാണോ? പുച്ഛം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ പഴയ തലമുറ പറയുന്നത്? നോ, ഞാൻ സമ്മതിക്കില്ലെന്നേ. അത് അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മളെക്കാൾ കൂടുതലെന്ന് ഞാൻ പറയും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും മാത്യൂസ് ചേട്ടൻ കൂട്ടുനിൽക്കുകയില്ല. മാത്യൂസ് ചേട്ടൻ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന പോലെ പറയാം. അതിലൊന്നാണ് ഈ കേക്ക് മുറിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില തമ്മാടിത്തരങ്ങൾ അതൊന്നും കാണിക്കരുത്. നമ്മുടെ യുവാക്കളായാലും യുവതികളായാലും നമ്മുടെ നാടല്ലോ, നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ നാട്ടിലെ രീതി, അവിടുത്തെ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ കാണിക്കണം അല്ലേ. അതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. ചെറുപ്പത്തിൻ്റെ ആണ്, കുഴപ്പമില്ല, അത് ശരിയാക്കാവുന്നേ, നമുക്ക് ശരിയാക്കാവുന്നേ, പിന്നല്ലാണ്ട് പിന്നെ